ഭയങ്കര വാശിയായിരുന്നു. ഈ ഉള്ള കണ്ട പണിയൊക്കെ എടുക്കുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. എല്ലാവരും ചോദിക്കും എന്തിനാ സുമതി തെങ്ങ കയറുന്നത്, ഹോട്ടലിലൊക്കെ പണിക്ക് പോകണം, പക്ഷെ ജീവിക്കണം, എല്ലാവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നൊരു തൻ്റെയുടെ വാശി എനിക്ക് ഉള്ളിനുള്ളിലുണ്ടായിരുന്നു. ലക്ഷ്യം ഉണ്ടായിരുന്നു എവിടെയൊക്കെ എത്തിക്കണം എന്ന്. എനിക്ക് നോണെ ഉള്ളി വെച്ചിട്ട് അത് നല്ല ശരി. അതുകൊണ്ടാണ് എൻ്റെ സ്റ്റാൻഡപ്പ് പലതും പൊളിഞ്ഞു പോയിരിക്കുന്നത്. കാരണം എൻ്റെ അല്ലാത്ത കഥകൾ പറഞ്ഞാൽ എന്റേതായ ഏക്കത്തില്ല. കാരണം എനിക്കത് ജീവിച്ച് പറയാൻ അറിയില്ല. സത്യം അല്ലാത്ത കാര്യം അല്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, സത്യമായ കാര്യം. അപ്പൊ അതിന് ഞാൻ അതിന്റെ അടിയിലൊക്കെ പോയി കമന്റ് ഇടും, സത്യം എന്റെ അമ്മയാണോ സത്യം കമന്റ് ഇട്ടു. ഞാൻ പനങ്ങാട് ഒരു ജോലിക്ക് പോയിട്ട് ആ വീട്ടുകാര് അപ്പുറത്തെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് വൈകിട്ട് ഞാൻ പണി നിർത്തുന്ന ടൈമില്ല, അന്നേരം ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ വന്ന് നിൽക്കണം എന്നെ കാണാൻ വേണ്ടി. ഞാനാകെ എന്ത് പറയാനാ അവരാണ് വണ്ടി എടുത്തിട്ട് ഞാൻ പോകുന്നു. മഞ്ജു ചേച്ചിയുടെ ജീവനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, മഞ്ജു ചേച്ചി ശ്രീ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അത്ര ഇഷ്ടം. ഞങ്ങള് വീട്ടിലെ സംഭവമൊക്കെയാണ് ഞങ്ങള് ചെയ്തോണ്ടിരുന്നത്. അതെ, പക്ഷെ അത് വീഡിയോ ഇടും. മില്ലിലൊക്കെ പോയിട്ടുണ്ടാ വീഡിയോ ഫസ്റ്റ് ഭയങ്കര മില്ലിലൊക്കെ കയറും. ഇത് എനിക്കറിയാം, ഇത് മോണിറ്റൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്നത് അതല്ലേ വരും. അത് വരുമ്പോ അത് എഴുതി കൊടുത്താൽ ആ പൈസ കിട്ടുള്ളൂ എനിക്കറിയില്ലല്ലോ. എന്റെ ധാരണ അടി വെച്ചാൽ നിന്റെ വീഡിയോ കൊള്ളാൻ കണ്ട ഞങ്ങൾ ഇച്ചിരി കാശ് തരാൻ നിനക്ക്, നമ്മുടെ യൂട്യൂബുകാർ എന്നെ വിളിക്കുമെന്നാണ് എന്റെ ധാരണ. അതും പറഞ്ഞ് ഞാനിവിടെ ഇരിക്കും, ഇപ്പൊ കിട്ടും പറഞ്ഞു. സൗണ്ട് പോലും അറിയാ വിദ്യേശിക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് ഒരു ബന്ധമാണല്ലേ ഞങ്ങള്. വിദ്യേശിയുടെ അമ്മ എന്നെ വോയിസ് ഇട്ടിട്ട് പറഞ്ഞ് എൻ്റെ വിദ്യ എങ്ങനെയാണോ അതുപോലെയാണ് സുധിമോളെ എനിക്ക്, നീ വിഷമിക്കരുത്, അതുകൊണ്ട് എൻ്റെ വിദ്യമോൾ എൻ്റെ മോളപ്പനാണ്, നിന്നെ ഞാൻ പ്രസവിച്ചിരുന്നേ ഉള്ളൂ, ഞാൻ എൻ്റെ മോള് തന്നെയാണ് നീ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്കും എൻ്റെ മക്കൾക്കും ചേട്ടായിക്കും എല്ലാവർക്കും വിഷുക്കൈന്ന് കിട്ടും. ഒരു അമ്മ മക്കൾക്ക് തരുന്ന വീതമാണ്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഞാൻ പറയുകയാണെങ്കിൽ രതീഷ് ചേട്ടനെ പോലുള്ള ഒരു ഭർത്താവ് ഉള്ളത് ഒരു സ്ട്രെങ്ത് ആണല്ലേ. കാരണം രതീഷ് ചേട്ടൻ നിർബന്ധിച്ചില്ലെങ്കിൽ നമ്മളത് പോവില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ കഴിവ് എനിക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ചേട്ടായി നിർബന്ധിച്ചപ്പോ ഞാൻ പുറത്ത് ഞാൻ പോയിട്ട് 500-5000 രൂപ കിട്ടട്ടെ, ഞാൻ പോയില്ലെന്ന് ഓർത്ത് ഈ മനുഷ്യനൊരു വിഷമം ഉണ്ടാകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഈ മനുഷ്യന്റെ വിഷമത്തിന് വേണ്ടി ഞാൻ പോയതാ. ഈ അംഗനവാടിലൊക്കെ പിള്ളേരെ ആക്കാൻ പോകുമ്പോൾ ചേട്ടൻ അടിച്ച് അതിന്റെ അകത്തോട്ടൊക്കെ കൊണ്ടുപോയി കൂടെ. പക്ഷെ അവിടെ ചെന്ന് രഞ്ജി സാറിനെ വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞോന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് പറയുന്നത് എന്റെ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയ കഥ ആദ്യം അവിടെ പറയുന്നത്. അയ്യോ, അതൊക്കെ എന്റെ കണ്ടന്റ് ആയിരുന്നു. അത് ശരിക്കും നടന്നല്ലേ? അയ്യോ പിന്നല്ലാതെ കണ്ടന്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു അത്. പക്ഷെ അവര് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പോലെയാണ് വന്നത്. അപ്പൊ സാർ ചോദിച്ചു സുധിമോളെ ഇത് അതായിരുന്നു ശരിക്കും കോമഡി. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു സുധിമോളെ ഇത് കേറുവോ, ഇത് ആൾക്കാർക്ക് ഫീൽ അല്ലേ തോന്നത്തുള്ളൂ, ഇതില് കോമഡി വർക്ക് ആകുമെന്ന് ചോദിച്ചു. അറിയില്ലല്ലോ വർക്ക് ആകുമെന്ന്, ഞാനിത് ആദ്യമായിട്ടല്ലേ വരുന്നത്. അതെന്താ അറിയോ രതീഷ് ചേട്ടാ, അതെനിക്ക് തോന്നുന്നേ നമ്മള് ഒരു കാര്യം സംസാരിക്കുമ്പോ ഇപ്പൊ ചേച്ചി പറഞ്ഞ ആ കഥ ഞാൻ സംസാരിക്കുമ്പോ അത് ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ല എടുക്കുക. ചേച്ചിയുടെ സ്ലാങ് അതെങ്ങനെ, ഈ സ്ലാങ് ചേച്ചി ഇങ്ങനെ തന്നെയാണല്ലേ സംസാരിക്കുന്നത്? ഇത് ഏത് നാട്ടിലെ സ്ലാങ് ശരിക്കും? ഇങ്ങനെ ഒരു ചേർത്തലയാന്ന് പറയും, ആലപ്പുഴ ജില്ലയിലായിരുന്നു. അവിടെ ഇവിടെ വരുമ്പോ അവര് പറയും കോട്ടയംകാരായിരുന്നു. ഇത് രണ്ടും കെട്ടൊരു ഭാഷയുണ്ട്. ചേച്ചി പറഞ്ഞ ആ രീതി വെച്ചിട്ടാണ് അത് അത്രയും ഹിറ്റ് ആയത്. വണ്ടി വിളിച്ചു പോയി, പിന്നെ ആ വഴി അങ്ങ് പോയി എന്ന് പറഞ്ഞത്. പക്ഷെ അത് റിയൽ ലൈഫില് അത് സംഭവം തമാശ രീതിയാണ്, സ്റ്റാൻഡപ്പ് കോമഡി ആണെങ്കിലും അത് റിയൽ ലൈഫില് വരുമ്പോ ഉള്ള ബുദ്ധിമുട്ട് അതാണല്ലോ അതിന്റെ വിജയം അല്ലേ. നമ്മള് പറയുന്നത് അതല്ലല്ലോ, അതാണ്. അതങ്ങനെ കണ്ടന്റായിട്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു സുധിമോള് ഇത് ഏക്കത്തില്ല, വേറെ നോക്കാം അങ്ങനെ പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പോട്ടെ സാരമില്ല, വേറെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കണ്ടമാൻ സാധനങ്ങള്. രതീഷേനാണ് ഇതൊക്കെ ചേട്ടാണ് സ്റ്റാൻഡപ്പ് പഠിച്ചേക്കുന്നത് മൊത്തം. ഒറിജിനലായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ചേട്ടനാണ് ചേച്ചിക്ക് ഇങ്ങനെ ഞാൻ ഒരേ കാണിക്കും ഇയാളത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു കാര്യം, രതീഷ് ചേട്ടൻ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും ഇപ്പൊ പറയാൻ പറ്റുമോ? നടക്കില്ല, എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളന്നല്ലേ. പറഞ്ഞേ ഞാൻ കാണിച്ച പ്രവൃത്തി ഇയാൾ നേരത്തെ കറക്റ്റ് ചെയ്ത് വെച്ചേക്കണ്ട, അതാണ് കൊണ്ടു പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാം ഓർത്തിരുന്നേച്ചി, എന്തൊക്കെ മണ്ടത്തരം കാണിക്കണം എല്ലാം ഇയാളത് ഓർത്തിരുന്നേച്ചി. എന്നിട്ട് അത് കൊണ്ട് സ്റ്റാൻഡപ്പ് ചെയ്തോണ്ട് എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയില് ആൾക്കാർ ശരിക്കും കളിയാക്കാറുണ്ട്. ചില മറ്റേ രണ്ടാമത്തെ എപ്പിസോഡില് മറ്റേ ഇതായിരുന്നു, മറ്റേ
ഞങ്ങള് ഞണ്ടിന്റെ കാര്യമാണോ? ഞണ്ടുണ്ട്, പിന്നെ മറ്റേ ഇവിടെയും പോയായിരുന്നു. എസ്കലേറ്റർ കാണാൻ എസ്കലേറ്ററിന് പോയത് ഞാൻ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ, പിള്ളേരുണ്ടല്ലോ, ഇവരെ എല്ലാത്തിനും കേട്ടണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. എന്നെ ആകെ 600 രൂപ. അപ്പൊ തിരിച്ചു വരും ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാൻ ഞാൻ. അപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് നോക്കുമ്പോ ഓരോ റൈഡൊക്കെ ഉണ്ടോ, അതിനൊക്കെ ഭയങ്കര റേറ്റ്. അപ്പൊ ഞാൻ ചുമ്മാ വെറുതെ ചെന്ന് അതിനകത്ത് ചോദിച്ചു, ചേട്ടാ ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോ അവർ 1700 എന്നോട് ചോദിച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ പൈസ ഇല്ല. അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോ ഈ സാധനം മോളട്ടും താത്തട്ടും വരികയായി. അപ്പൊ ഇയാൾ ഒരു സാധനം തയ്ക്കാറ് അത് ഫ്രീ ആണെന്ന് പറഞ്ഞു. ഇയാൾക്ക് അറിയില്ല പിള്ളേരെ ദിവസം അതൊക്കെയാണ്. പക്ഷെ ഞാനും ഇത് ആദ്യമായിട്ട് കാണാം. എനിക്കും അറിയില്ല ഇത് ഓടുന്ന നടയാണെന്നൊന്നും എനിക്കറിയില്ല. ആൾക്കാർക്ക് പോകാണെങ്കിൽ ഞാൻ എന്റെ വിചാരം ഇത് സാധനം കളിക്കുന്ന സാധനം എന്റെ ധാരണ. കാരണം ഒത്തിരി ആൾക്കാർ ഫ്രീ ആണ്. അവിടെ ചെന്ന് ഈ വർഷം ചാടി കയറി പിള്ളേരെല്ലാം കയറി. അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ കയറിയില്ല എന്താണേലും. എന്തോ എനിക്ക് കയറാൻ തോന്നിയില്ല. ഞാൻ ആ താരത്തല നിന്നു. അപ്പോഴാണ് ഈ മനുഷ്യന് അങ്ങോട്ട് ഓടുന്നു, കൊച്ചുങ്ങളായിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറം വന്ന് ക്രോസ് ചെയ്ത് ഇത് ഇങ്ങോട്ട് വരുന്നു. ഭയങ്കര തുള്ളിക്കളി. ആ സമയത്ത് ആ മുണ്ടെടുത്തൊക്കെ പറഞ്ഞു പോയത്. സാധനം ഇപ്പൊ ഞാനും എറണാകുളത്തോട്ട് പണിക്കണേ. അപ്പൊ ഈ ബ്ലോക്കിൽ വന്നിരുന്നപ്പോ എന്നെ ആ പേരാ വിളിക്കണം, വെട്ടിൽ രതീഷെന്ന് വിളിച്ചപ്പോ ഞാനായ ഇത് ആരാണ് എന്നെ ഇത് പറഞ്ഞു. ഞാൻ ഹെൽമെറ്റ് ആയപ്പോ തന്നെ മറ്റേ ഗ്ലാസ്. അതുപോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിയുന്നുണ്ട് അല്ലെ? ചേട്ടൻ ജോലിക്കൊക്കെ പോകുമ്പോഴെല്ലാം ചില സമയം ഞാൻ പനങ്ങാട് ഒരു ജോലിക്ക് പോയിട്ട് ആ വീട്ടുകാര് അപ്പുറത്തെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് വൈകിട്ട് ഞാൻ പണി നിർത്തുന്ന ടൈമില്ല, അന്നേരം ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ വന്ന് നിൽക്കണം എന്നെ കാണാൻ പറ്റും. ഞാനാകെ എന്ത് പറയാനാ അവരോട്, വണ്ടി എടുത്തിട്ട് ഞാൻ പോകുന്നു ഇങ്ങോട്ട്. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഷോയില് നമ്മളുടെ ഫാമിലിനെ എല്ലാരെയും വിളിച്ചപ്പോ മഞ്ജു ചേച്ചി അന്ന് ചോദിച്ചു എത്ര മക്കളുണ്ട്? അപ്പൊ ചേച്ചി പറഞ്ഞു 2 മക്കള്. എന്നിട്ട് പിന്നെ പറഞ്ഞു ഒരെണ്ണുണ്ട്, അത് അറിയാതെ വന്നത്. അത് ഫസ്റ്റ് എപ്പിസോഡാ. വീട്ടിൽ ആരൊക്കെ ഉണ്ടോന്ന് ആദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ ഞങ്ങള് ചേട്ടായി മാത്രമേ ആണായിട്ട് വീട്ടിൽ നിന്നൊക്കെ എത്ര മക്കളുണ്ടെന്ന് ഇപ്പൊ പേര് പറഞ്ഞ് അമീഷ അനീഷ 2 മക്കളായിരുന്നു. അതുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാതെ പറഞ്ഞോടെ ഉണ്ടായിരുന്നു. അറിയാതൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അറിയാതാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അത് പറഞ്ഞോണ്ട് പോയാൽ മതി. അതെ, അത് പക്ഷെ തമാശ രീതിയിൽ അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ 3 കുട്ടികളും ഹാപ്പി ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നല്ലേ? നിങ്ങളുടെ ലൈഫ് സ്റ്റോറി കണ്ടപ്പം സത്യമായിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം ആ സ്റ്റോറി നിങ്ങൾ പറയുന്നത് തമാശക്കായിരിക്കും, പക്ഷെ ആ സ്റ്റോറിയുടെ വിഷ്വൽസ് മൊത്തം കാണിക്കുകയാണ്. നിങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം, ചേച്ചി തെങ്ങേ കയറുന്നത് വരെ ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ എപ്പിസോഡ് കണ്ട് എല്ലാവരുടെയും തന്നെ മനസ്സിലൊരു വിങ്ങലായിരുന്നു. അവിടെ തൊട്ടാണ് എനിക്ക് തോന്നുന്നത് സുധി ചേച്ചീനെ സ്വന്തം വീട്ടിലുള്ള ഒരാളായിട്ട് എടുത്തത്. അത്രയും കഷ്ടപ്പാടുന്ന് വന്നിട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇനി എവിടൊക്കെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി മാത്രമല്ല, നമ്മള് എവിടൊക്കെ പോയാലും നിങ്ങളെ തിരിച്ചറിയുന്നത് നിങ്ങൾ ഒരുപാട് പേര്. ആ ഒരു ചേഞ്ച് എങ്ങനെയാ നിങ്ങൾ കാണുന്നേ? അത്രയും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പറയാനൊന്നുമില്ല എന്റെ പൊന്നെ, അതൊക്കെ വേറെ ഒരു ലെവലാ. ആണല്ലേ? വൈക്കത്തഷ്ടമി കാണാൻ പോയി. നമ്മള് യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോയത്. പക്ഷെ ആൾക്കാരവിടെ കയറി ബ്ലോക്കായി, വഴിയൊക്കെ ബ്ലോക്കായിട്ട് പോലീസുകാരൊക്കെ വഴക്കിട്ട് നിങ്ങൾ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ വെറുതെ നടക്കുന്നത്. സെലിബ്രിറ്റി ഞാൻ എനിക്കാണ് നാണം സെലിബ്രിറ്റിയാണ് ഞാൻ പോലും അറിയാതെ സെലിബ്രിറ്റി ആയിരുന്നു. അത് തന്നെ ഞാൻ പോലും അറിയാതെ സെലിബ്രിറ്റി ആയി ഇപ്പൊ നിങ്ങള്. കാരണം ആ ഒരു കഷ്ടപ്പാട് നമ്മളും കണ്ടതാണ്. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്, വെറുതെ ഒരു ദിവസം കൊണ്ട് എത്തിയതല്ല. കഷ്ടപ്പാട് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്നേഹിക്കുന്നത്. എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ഉള്ള കണ്ട പണിയൊക്കെ എടുക്കുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. എല്ലാവരും ചോദിക്കും എന്തിനാ സുമതി തെങ്ങ കയറുന്നത്, ഹോട്ടലിലൊക്കെ പണിക്ക് പോകണം, പക്ഷെ ജീവിക്കണം, എല്ലാവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നൊരു തൻ്റെ വാശി എനിക്ക് ഉള്ളിനുള്ളിലുണ്ടായിരുന്നു. ലക്ഷ്യം ഉണ്ടായിരുന്നു എവിടെയൊക്കെ എത്തിക്കണം എന്ന്. പക്ഷെ ഇത് ഈ വഴിയാണെന്ന് അറിയത്തില്ലായിരുന്നു മാത്രമേ ഉള്ളൂ. ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഇൻസൾട്ട് ആണ് മുരളി ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നില്ലേ. എനിക്കറിയില്ല അത് എത്രത്തോളം ശരിയാണെന്നുള്ളത്. പക്ഷെ സുധി ചേച്ചിനെ പോലെ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനെ അറിയാവുന്ന കുറെ സ്ത്രീകളുണ്ട്. ഇതുപോലെ ഓരോന്നിങ്ങനെ വരുമ്പോൾ നമുക്കൊരു ലക്ഷ്യം വരും. എൻ്റെ മമ്മി അങ്ങനെ ഒരാളാണ്. മമ്മീനെ ആരെങ്കിലും ഒന്ന് ചെറുതായിട്ട് കണ്ട മമ്മിക്ക് പിന്നെ ഭയങ്കര മമ്മി അത് ഒരു മോട്ടിവേഷൻ ആയിട്ടേ കാണുള്ളൂ. മമ്മി അത് എങ്ങനെയെങ്കിലും തരണം ചെയ്ത്, അതുപോലെയാണ് സുധി ചേച്ചിയും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ നാട്ടിലുള്ളത് തന്നെ വലിയ കാര്യം അല്ലേ? സുധി ചേച്ചി ഇത്രയും നിലയിലെത്തി. ഇതുപോലെ ഇപ്പൊ അനിൽ സാറിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഇപ്പം സുധി ചേച്ചിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ആരായിരിക്കും? ഇപ്പൊ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ വന്നു കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു, ഇത് പള്ളിയിൽ പോയപ്പം ഒരു ചേച്ചി വന്നിട്ട് പള്ളി പോയപ്പം ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതായിരുന്നു, വഴിപാട് കഴിക്കാൻ വന്നത്. അത് ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ അതുപോലെ ഒരാൾ ഇത് എന്താ പറയാ,
നമുക്ക് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരാള് പെട്ടെന്ന് വന്നിട്ട് ചേച്ചിയുടെ അത്രയും വലിയൊരു ആരാധികയാവാം, അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഉണ്ട്, ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഓടി വന്ന് കരയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ മറ്റത് ഭയങ്കര സംഭവമായിരുന്നു. അർത്തങ്കപ്പള്ളി അത് ഭയങ്കര സംഭവം. അതിനെനിക്ക് ഒത്തിരി നെഗറ്റീവ് കമന്റ് ഒക്കെ വന്നു. ഞാനത് ചുമ്മാ പറയുന്നത്, അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കുക. ഞാനിട്ട് എനിക്കറിയില്ലല്ലോ, കമന്റ്സ് പറഞ്ഞ് ഫോട്ടോന്ന് വെക്കത്തില്ലേ. എനിക്കിത് കാണുമ്പോൾ സത്യമുള്ള കാര്യമല്ലേ, അത് നുണയാന്ന് പറയുമ്പോ എനിക്ക് സങ്കടമാണ്. എനിക്ക് ഉള്ളിൽ എന്താണോ അതാ പുറത്തോട്ട് വരത്തുള്ളൂ. അല്ലാതെ എനിക്ക് നോണ ഉള്ളി വെച്ചിട്ട് അത് നല്ല ശരി. അതുകൊണ്ടാണ് എന്റെ സ്റ്റാൻഡപ്പ് പലതും പൊളിഞ്ഞു പോയിക്കുന്നത്. കാരണം എന്റെ അല്ലാത്ത കഥകൾ പറഞ്ഞ എന്റേതാ ഏക്കത്തില്ല. കാരണം എനിക്കത് ജീവിച്ച് പറയാറിയില്ല, എന്റെ അല്ല അത്. അപ്പൊ അങ്ങനെ എന്റെ 2 സ്റ്റാൻഡപ്പ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഉള്ളിൽ സത്യമല്ലാത്ത കാര്യം അല്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം വരും, സത്യമായ കാര്യം. അപ്പൊ അതിന് ഞാൻ അതിന്റെ അടിയിലൊക്കെ പോയി കമന്റ് ഇടും, സത്യമായിട്ട് എന്റെ അമ്മയാണോ സത്യം കമന്റ് ഇട്ടു ഞാൻ. എന്റെ അമ്മ ചെയ്യാറല്ലേ, എന്റെ അവസ്ഥയാണ്. നമ്മളെ ആ ചേച്ചീനെ കൊണ്ടുവന്ന് വീഡിയോ എടുപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, അന്ന് എനിക്ക് ടച്ച് ഫോണൊന്നും ഇല്ലല്ല, സാധാ ഫോണല്ലേ, കുത്തി വിളിക്കാൻ ഫോണേ ഉള്ളൂ, ടച്ച് ഫോണൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തന്നെ അപ്പൊ തന്നെ. അല്ല, അത് വീഡിയോ ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കിട്ടിയ ഒരു അനുഭവം നമ്മൾ ആൾക്കാരോട് പറയുന്നു, അത്രേ ഉള്ളൂ ഇത് സംഭവം. പക്ഷെ അപ്പൊ അന്നാന്ന് തോന്നുന്നല്ലേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ചേച്ചിക്ക് കിട്ടുന്നത്? അത് മുതലങ്ങ് തുടങ്ങുമായിരുന്നു. അത് മുതല് തുടങ്ങുമായിരുന്നു. രതീഷേട്ടന് അത് കണ്ടപ്പോ വിഷമായോ? ഇങ്ങനെ അയ്യോ, ജീവിതത്തിൽ ആദ്യം ഒരു സംഭവം ഇങ്ങനെ ഒരാൾ, അതും കട്ടപ്പന അങ്ങനെ സ്ഥലത്തിന്നാണ് അവര് വന്നേക്കുന്നത്. അവര് എത്ര കിലോമീറ്റർ ഓടിയോടെ വന്നേക്കണം. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് വേണ്ടിയാണ്. അതെ അതെ. എന്നിട്ടും ആൾക്കാർ ഇങ്ങനെ അത് നുണയാണെന്ന് പറയുമ്പോ അല്ലേ, നിങ്ങക്ക് കുറച്ച് സമയം എടുത്തോ അതിന്നൊന്ന് മാറാൻ വേണ്ടിട്ട്? ആദ്യം എനിക്ക് ഇതെന്താന്ന് അറിയില്ലല്ലോ, ഇങ്ങനെ കമന്റ്സ് വലുത് വരുമെന്നുള്ള ചിന്താഗതി എനിക്കില്ല. അപ്പൊ എന്റെ വിദ്യേച്ചി കേട്ടോ പറഞ്ഞത്, സ്റ്റാൻഡപ്പ് വിദ്യേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നേ, നീ എന്റെ സ്റ്റാൻഡപ്പിന്റെ അടിയിലൊക്കെ ഒന്ന് ചെന്ന് നോക്കിയ കമന്റ്സ്, എന്തിനാ അവര് അങ്ങനെ പറയുന്നത് പോലും നമുക്ക് ചിന്തിച്ചു പോകും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാറുണ്ട്, നീ കമന്റ്സ് നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നീ എന്റെ മാത്രമല്ല, നീ എല്ലാവരും നമ്മൾ ഒരു ശരിയുള്ള പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോസിന്റെ അടിച്ച് നോക്ക്. എല്ലാവരും എന്റെ വീഡിയോയുടെ താഴെ ഉണ്ടോ? അത് അങ്ങനെയാണ്, നീ മോട്ടിവേഷൻ തന്നെ. അത് അങ്ങനെ ഒരാളുള്ളത് നല്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പോ ഇറ്റ്സ് ഓക്കെ, അത് പോട്ടെ, അത് കുഴപ്പമില്ല, ഇത് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു വരുമ്പോ നമുക്ക് തന്നെ അല്ലേ അങ്ങനെ അവരൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം അപ്പൊ തന്നെ വിദ്യാഭ്യാസം മെയിൻ ആയിട്ട്. പിന്നെ ഒരു സാധനം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത സാധനമാണ്. എനിക്ക് ആദ്യമായിട്ട് സ്കിറ്റിലോട്ട് മാറി. സ്കിറ്റിലോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ബമ്പറാ ഫസ്റ്റ് ശ്രീത്തിന്റെ കൂടെ കളിച്ചിട്ട് കിട്ടണത്. അപ്പൊ എല്ലാരും പുറത്തുനിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഓരോ മക്കളകത്ത് കയറുമ്പോഴത്തേക്കും എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും, ഓരോരുത്തരും പുറത്തുണ്ട്. ഞാൻ കയറിയപ്പോ മാത്രം ആരുമില്ല എനിക്ക്. ജോലിക്ക് പോയല്ലേ. അപ്പൊ ഒരു അമ്മ എന്ന് പറഞ്ഞ എനിക്ക് ഓരോ അമ്മയോട് ഭയങ്കര ഫീലിംഗ് ഉള്ള ആളാണ്. അമ്മ മരിച്ചു പോയായിരുന്നു. അപ്പൊ ആ അമ്മ പോയപ്പോ എനിക്ക് ഒത്തിരി രോഗം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ്. അപ്പൊ ആ ബമ്പർ അടിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴാണേലും ചേർത്ത് പിടിക്കാൻ എനിക്ക് ആരുമില്ല. അങ്ങനെ ആരും ഇല്ലാത്തൊരു ഫീല് വന്നപ്പോൾ അന്ന് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടായിരുന്നു വരുന്നത്. കാരണം ഞാൻ സ്കിറ്റ് കളിക്കാത്ത ഒരാളെ സ്കിറ്റ് കളിച്ച് വിജയിക്കുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ലായിരുന്നു. അത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ വിദ്യേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പറ്റി, ബമ്പർ അടിച്ചാൽ? ഞാൻ പറയാം ബമ്പർ അടിച്ച് ചേച്ചി അടിപൊളിയായിരുന്നു പറയാം. അപ്പോൾ പിന്നെ എനിക്ക് സൗണ്ടിൽ വ്യത്യാസം, എൻ്റെ സൗണ്ട് പോലും അറിയാം വിദ്യേച്ചിക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് ഒരു ബന്ധമാണല്ലേ ഞങ്ങൾ. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ കരഞ്ഞു, എനിക്ക് ആരുമില്ല വിദ്യേച്ചി, എനിക്കൊരു അമ്മ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വിഷുവാണ്. അപ്പോൾ വിദ്യേച്ചിയുടെ അമ്മ എന്നെ വോയിസ് ഇട്ടിട്ട് പറഞ്ഞ്, എൻ്റെ വിദ്യ എങ്ങനെയാണോ അതുപോലെയാണ് സുധിമോളെ എനിക്ക്, നീ വിഷമിക്കരുത്, അതുകൊണ്ട് എൻ്റെ വിദ്യമോൾ എൻ്റെ മോളപ്പനാണ്, നിന്നെ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ എൻ്റെ മോള് തന്നെയാണ് നീ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്കും എൻ്റെ മക്കൾക്കും ചേട്ടായിക്കും എല്ലാവർക്കും വിഷു കഴിഞ്ഞിട്ട് കിട്ടും. അല്ല അമ്മ മക്കൾക്ക് തരുന്ന വീതമാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും വിദ്യേച്ചിയുടെ ഫാമിലി മൊത്തം എൻ്റെ മകൾക്കെന്നും പറഞ്ഞ് അവർ വിഷ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പരിപാടിയിൽ കുറെ ബന്ധങ്ങളും നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലേ, നല്ല നല്ല കുറച്ച് ബന്ധങ്ങള്. പിന്നെ ആ സ്കിറ്റില് ജഡ്ജസ് പറയുന്നുണ്ടായിരുന്നു സ്റ്റാൻഡപ്പ് കോമഡിനേക്കാളും കുറച്ചുകൂടി നല്ലത് സുധിമോൾക്ക് ഇതായിരിക്കും കൂടി പറയുന്നുണ്ടായിരുന്നു അല്ലേ. അത് നല്ല എപ്പിസോഡായിരുന്നു, ആ സ്കിറ്റും നല്ലതായിരുന്നു. ഞാന് അത് രഞ്ജി സാർ തന്നെയാണ് അത് പറഞ്ഞത്, സുധിമോളെ നിനക്ക് സിനിമ ഫീൽഡിലോട്ടൊക്കെ കിട്ടണമെങ്കിൽ സ്കിറ്റ് കളിക്കണം, സ്റ്റാൻഡപ്പിന് അധികം ഇതുണ്ടാകത്തില്ല, സ്കിറ്റിലോട്ട് മാറാൻ സാറ് പറഞ്ഞിട്ട് മാറിയത്. അങ്ങനെ മാറിയതാണ്. ഇപ്പൊ ജഡ്ജസിന്റെ കാര്യം പറയുമ്പോൾ മഞ്ജു ചേച്ചി എനിക്ക് സുധി ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ മഞ്ജു ചേച്ചി ഒരു അനിയത്തിയുടെ അടുത്ത് പറയുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും സുധി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെയാണ്? അത് ഭയങ്കര ഇതാ. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവരെ
ആദ്യത്തെ സ്കിറ്റിൽ തന്നെ ചേച്ചി എന്നെ ഒത്തിരി ചേർത്ത് പിടിച്ച് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തു. അപ്പൊ ആ ഒരു സ്നേഹം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതന്നെ നമ്മളവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അടുത്ത് പോയി സംസാരിക്കാൻ പറ്റത്തില്ല, സ്കിറ്റ് കളിക്കുന്ന ആയതുകൊണ്ട് പറ്റത്തില്ല. എന്തായാലും പുള്ളിക്കാരി അവിടെ കുഞ്ഞോളെ എപ്പോ വന്നടി എന്നൊക്കെ വിളിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ സുഖമില്ല കിടന്നപ്പോഴൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു അല്ലേ? എന്നോട് ചോദിക്കും. അതെന്താ എന്തോ ഞാൻ അവിടെ ചെന്നാലും എന്റെ സ്റ്റാൻഡപ്പ് ഒക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. മഞ്ചേച്ചി, എന്റെ പൊന്നു മഞ്ചേച്ചി, എന്റെ പൊന്നു മഞ്ചേച്ചി, അങ്ങനെ ഞാൻ പറയും. എനിക്കത് മറ്റുള്ള അപ്പുറം ഇപ്പുറം അവരെ വിളിക്കണം എന്നുണ്ട്. ഈ കഴിഞ്ഞ സ്കിറ്റിൽ ഇപ്പൊ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡപ്പിൽ. അപ്പൊ കുറച്ച് സങ്കട സീനൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇതിലും മഞ്ചേച്ചി പറയാറുണ്ട്, ഞാനിവിടെ ഷൂട്ടിന് പോയാല് എവിടെ ചെന്നാലും ഒരു ചിരി വരുന്ന ഒരു കൊച്ചില്ലേ, എന്റെ പൊന്നു മഞ്ചി ചേച്ചി, എന്റെ പൊന്നു മഞ്ചി ചേച്ചി വിളിക്കുന്ന ആ കൊച്ചില്ലേ, അതുണ്ടാവുന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് മഞ്ചേച്ചിന്റെ അടുത്ത് പറയാറുണ്ട്. മഞ്ചേച്ചിയുടെ ജീവനാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, മഞ്ജു ചേച്ചി സുജി ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോ തന്നെ നമുക്കത് ഫീൽ ചെയ്യും, അത്ര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്ലോർ ചെയ്യുന്നപ്പോ പറഞ്ഞു, നസീർക്കയും മഞ്ചേച്ചി കൂടെ എനിക്ക് പെര വെച്ച് തരാമെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് കിലോക്കലി ഫൗണ്ടേഷൻ പെര വെച്ച് തരാന്ന് പറഞ്ഞതല്ലേ. അപ്പൊ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം സ്കിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയണത്. അങ്ങനെ ഒരു പ്ലാൻ അവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈ വീടെന്ന് പറയുന്നത് നമ്മുടെ എത്ര കൊല്ലത്തെ സ്വപ്നമാണല്ലേ. അതല്ലേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ വലിയൊരു ഇതാ നേട്ടോ. എന്റെ പേരിൽ ഇതുവരെ അങ്ങനെ സ്ഥലങ്ങളൊന്നും ഇല്ല, ആയിരിക്കും ഇവക്കൂല്ല എനിക്കൂല്ല, രണ്ടുപേർക്കുമില്ല, എന്റെ ഒരു സ്ഥലമില്ല. അപ്പൊ പിന്നെ ഉള്ള സ്ഥലം ഒരു തരിയുമില്ല. പിന്നെ നമ്മൾ അതിനകത്ത് കിടന്ന് പിടിക്കണില്ല എന്നോർത്ത് അങ്ങനെയാണ്. പിന്നെ ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ സഹായിക്കാണ്ട് ഒത്തിരി പുറത്തുനിന്നൊക്കെ ഒത്തിരി. എന്റെ ഈ ഐഫോണൊക്കെ എനിക്ക് ഗിഫ്റ്റ് വന്നാ, ഗിഫ്റ്റ് കിട്ടിയതാണല്ലേ. ഡ്രസ്സുകള്, മാലകള്, വളകള്, എന്ന് വേണം നമുക്കൊരു വീട്ടിൽ എന്തൊക്കെ വേണം. കഴിഞ്ഞ ദിവസം ഞാൻ ഗിഫ്റ്റ് പൊട്ടിക്കുന്നു, ഗിഫ്റ്റ് വീട് മൊത്തം ഗിഫ്റ്റ്. ഞാനത് എന്തെങ്കിലും ഒരു ഇല്ലാന്നുള്ള സാധനം കണ്ടാ അപ്പൊ തന്നെ ഗിഫ്റ്റ് വരും. കഴിഞ്ഞ ദിവസം സുധിമോൾ എന്നെ ചപ്പാത്തി ഉണ്ടാക്കാത്തത് കമന്റ് വന്നു. ഞാൻ പറഞ്ഞു ചപ്പാത്തി പിള്ളയുടെ കമ്പ് പോയെന്ന് പറഞ്ഞു. സാധനം നമുക്ക് എന്താ ജനങ്ങൾ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത്. അതങ്ങനെ ഇതാണ് കറക്റ്റ് ഉദാഹരണം, കഴിവുള്ളവരെ സമൂഹം അംഗീകരിക്കുന്നു പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് ഇവരെ മനസ്സിലായിട്ടില്ല. കാരണം ഒത്തിരി സംസാരിക്കുന്ന ഒരു കഴിവല്ലാതെ എനിക്ക് വലിയ കഴിവൊന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള സങ്കടം അടക്കി പിടിച്ച് മറ്റുള്ളവരോട് പുറമെ ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ആർക്കും പറ്റുന്ന കഴിവല്ല. അത് ചേച്ചിക്കുണ്ട്. പിന്നെ ചേച്ചി കാരണം കൊണ്ട് കാണുന്നവര് സന്തോഷിക്കുന്നുണ്ട്. മനസ്സിലായി എന്ന് വെച്ചാൽ ചേച്ചി ഇപ്പൊ അത് പറയുന്നത് ചേച്ചിക്ക് വലിയ കാര്യമായിട്ട് ചേച്ചിക്ക് തോന്നില്ല. പക്ഷെ ചേച്ചിയുടെ ആ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കണ്ട് ചിരിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. അങ്ങനെയുള്ളവരാണ്, അതാണ് കഴിവ്. ഇപ്പൊ ചേച്ചീനെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ നമ്മള് ഒരു ചിരി ഇരുചിരി ബമ്പച്ചിരി പോലെ യൂട്യൂബ് ചാനലും ഉണ്ട് നമുക്കല്ലേ. യൂട്യൂബ് ചാനലിലാണ് ചേച്ചിയുടെ ഫുൾ അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്നത്. അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാൻ എപ്പോഴാ തുടങ്ങിയത്? ഭയങ്കര കോമഡി ഇതൊക്കെ പറഞ്ഞ കോമഡിയാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാൻ അറിയത്തില്ല. കാരണം ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചത്. എനിക്ക് അറിയില്ല, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാൻ അറിയില്ല. അപ്പൊ എനിക്ക് മഴവിൽ മനോരമയുടെ ഓരോ എപ്പിസോഡും കൊണ്ട് യൂട്യൂബ് ചാനലിലും അവിടെ കിടുവല്ലോ അവര് എന്റെ ഓരോ എപ്പിസോഡുകളൊക്കെ. അപ്പൊ അതിന്റെ അടിയിലൊക്കെ ഇങ്ങനെ പറയും, സുധിമോൾ യൂട്യൂബ് ചാനൽ തുടങ്ങും, ഞങ്ങൾ എല്ലാവരും സുധിമോളെ സപ്പോർട്ട് ചെയ്യാം, അതിൽ നിന്നൊരു വരുമാനം കിട്ടിയ സുധിമോൾക്ക് രക്ഷപ്പെടാമല്ലോ, വീട് വാങ്ങാലോ, സ്ഥലം വാങ്ങാലോ എന്നൊക്കെ പറയും. കാരണം ഇതെങ്ങനെ തുടങ്ങേണ്ടത്, ഇത് എവിടെ കൊണ്ടാ നിർത്തണം, തുടങ്ങണം എന്നൊന്നും അറിയില്ലാത്തത് ഞാൻ പിന്നെ പിടിക്കാൻ പോയില്ല. അത് പിന്നെ റിസ്ക് ആണെന്ന് അറിയാൻ പറ്റത്തില്ല, ഞാൻ പിടിച്ചില്ല. അങ്ങനെ കുറെ അങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ മനസ്സിലിങ്ങനെ തോന്നി ഒരു ദിവസം, തുടങ്ങി നോക്കിയാൽ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ തുടങ്ങി നോക്കാം, ചിലപ്പോൾ നമ്മുടെ തലവര ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്നതാണോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ ആപ്പ് എടുത്ത് വീഡിയോ ഇടാൻ തുടങ്ങി. വീഡിയോയുടെ സാധനം കയറുന്നുണ്ട്, റീച്ച് ആകുന്നുണ്ട്. കാരണം എനിക്കറിയില്ല, ശരിക്കും പറഞ്ഞാൽ വല്ല ഇതായിട്ട് വേണ്ടിയല്ല എടുത്തത്. വന്ന് എല്ലാരും പറഞ്ഞപ്പോൾ എടുത്ത് ഞങ്ങൾ വീട്ടിലെ സംഭവമൊക്കെയാണ് ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അത് വീഡിയോ ഇടും, മില്ലിലൊക്കെ പോയിട്ടുണ്ടാ വീഡിയോ ഫസ്റ്റ് ഭയങ്കര മില്ലിലൊക്കെ കയറും. ഇത് എനിക്കറിയാവോ, ഇത് മോണിറ്റൈസിങ് എന്ന് പറഞ്ഞാൽ എന്നെ അതല്ലേ വരും. അത് വരുമ്പോ അത് എഴുതി കൊടുത്താൽ ആ പൈസ കിട്ടുള്ളൂ എനിക്കറിയില്ലല്ലോ. ഇത് കേറുന്നോണ്ട് വരുന്നോണ്ട് വാച്ചവർ എന്തൊക്കെയോ കേറുന്നുണ്ട്, ഇത് എനിക്ക് ചെയ്യാറിയില്ല. എനിക്കും അറിയില്ല. അപ്പൊ എന്റെ യൂട്യൂബുകാരെന്നെ വിളിക്കും, നമുക്ക് പൈസ അങ്ങനെ നമ്മൾ എന്റെ ധാരണ അടി വെച്ചാൽ നിന്റെ വീഡിയോ കൊള്ളാൻ കേട്ടോ, ഞങ്ങൾ കാശ് തരാൻ നിനക്ക്, നമ്മുടെ യൂട്യൂബുകാരെന്നെ വിളിക്കുമെന്നാണ് എന്റെ ധാരണ. അതും ഞാനിവിടെ ഇരിക്കും, ഇപ്പൊ കിട്ടും പറഞ്ഞു. അത് ഞാൻ എല്ലാ ദിവസവും വീഡിയോ കയറുന്ന ദിവസം ഞാൻ ചോദിക്കും,
അല്ലടാ അവരെന്താ വിളിക്കാത്ത പൈസ തരാന്ന് പറഞ്ഞിട്ട്? അപ്പൊ എന്നോട് ചോദിച്ചത് നിനക്കറിയാവോ ഇനി വിളിക്കുന്ന തന്നെയാണോ സംഭവം? ഞാൻ പിന്നെ എനിക്കറിയാം വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് പറ്റാനില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം ചേട്ടാന്റെ കൂട്ടുകാരന്റെ കൊച്ചിന്റെ 28 എന്നപ്പോഴാണ് ഇച്ചായത്തി അതാണ് ഒരു വീഡിയോയിൽ ആ ചേച്ചിനെ കാണിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റ് ഇൻകം ചേച്ചി പറഞ്ഞ ആ വീഡിയോയിൽ അല്ലേ? കാരണം അത് ബാക്കിയെല്ലാം ഞാൻ ചെയ്യും. എനിക്ക് വേറെ ഈ മോണിറ്റൈസിംഗ് ആണ് എന്റെ പ്രശ്നമായിട്ട് വായിക്കാൻ എഴുതാൻ അറിയുമ്പോൾ ഇംഗ്ലീഷിലല്ലേ എഴുതി കൊടുക്കേണ്ടത്. ഇത് എനിക്കറിയില്ല. പറഞ്ഞു തന്നില്ല. ഞാൻ വാച്ച് ഓവർ കയറി മോണിറ്റൈസിംഗ് വരുന്ന സമയത്ത് ഒരു ജിരിയില് ഷൂട്ട് ഉണ്ടാകത്തില്ല. അത് ഇത്ര മണിക്കൂർന്നുണ്ടല്ലോ. അതിനിപ്പുറം പോകും. അതിനിപ്പുറം ചെയ്യണം. അവിടെ ഷൂട്ട് വരുമ്പോ ഇത് ഉണ്ടാകുകയല്ല. അല്ലെങ്കിൽ എനിക്ക് കാർത്തിക് സൂര്യനെ കൊണ്ടൊക്കെ ചെയ്യിക്കായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന. ഇപ്പോഴും കാർത്തിക് സൂര്യയുടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, കൊച്ചെന്നെ സഹായിക്കാറുണ്ട്. നാരായണൻകുട്ടി എന്ന് പറയുന്നത് എല്ലാം സഹായിക്കാറുണ്ട്. അപ്പൊ അവരെ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു ചേച്ചിക്ക് വരുമാനമൊക്കെ വരാൻ തുടങ്ങിയോ? ഞാൻ വരുമാനം ഒന്നും വന്നില്ല ഇതുവരെ, എന്നെ അവര് വിളിച്ചില്ലെന്ന് പറഞ്ഞു. ആര് വിളിച്ചില്ല? ഞാൻ യൂട്യൂബിൽ വിളിക്കണ്ടേ? അപ്പം പറഞ്ഞില്ല അവര് വിളിക്കൂല ചേച്ചിയുടെ ഫോണിൽ ഇങ്ങനെ ഒരു സാധനം വരും അതിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ ഞാനപ്പം ചിന്തിച്ചു ഒരു ചിരിച്ചിരുമ്പോ ശരിയാക്കാം എന്ന് ചിന്തിച്ചു. അപ്പൊ അവരെന്റെ നമ്പർ തന്നിട്ട് പറഞ്ഞ് ചേച്ചി ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾക്ക് വേണേൽ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എഴുതാനൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി, ഞാൻ വിളിച്ചില്ല. അപ്പൊ എന്റെ ധാരണ മനസ്സിൽ കിടക്കുന്നത് ഒരു ചിരി പോയിട്ട് കാർത്തികിനെ കൊണ്ട് ശരിയാക്കാം എന്നുള്ള മനസ്സിൽ കിട്ടപ്പോ ഒരു 2 ദിവസം ഇവര് പിന്നെയും വിളിച്ചു, ചേച്ചി ഞങ്ങൾ ഫ്രീ ആണ്, വരുവാണെങ്കിൽ ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടാ പറഞ്ഞു എന്നാ വാടി നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവരാണ് എല്ലാം കേറി ശരിയായി കിടക്കുമായിരുന്നു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു സെഗ്മെന്റ് കൂടി തന്നോട്ടെ. ഇത് ഫൺ സെഗ്മെന്റ്, നമ്മൾ നേരത്തെ പോലത്തെ ഫൺ സെഗ്മെന്റ് ആണ്. അപ്പൊ ഇതില് എന്റെ കുറച്ച് ലോട്ട്സ് ഉണ്ട്. ഇതില് കുറച്ച് സാധനങ്ങളുടെ, വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളുടെ പേരാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ 4 എണ്ണം ചേച്ചിക്കും തരും, 4 എണ്ണം രതീഷേട്ടൻ തരും. നിങ്ങൾ രണ്ടുപേരും ഡംഷറാസ് കളിച്ചിട്ടുണ്ടോ? അതിപ്പോ കളിക്കാം നമുക്ക്. അപ്പൊ ഞാനപ്പോ ഇത് ചേച്ചിക്ക് തരാം. അപ്പൊ ചേച്ചി അത് ആംഗ്യം കാണിച്ച് ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കണം ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരിക്കുമല്ലോ, വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ. അപ്പൊ എന്ത് പറഞ്ഞാലാണ് മനസ്സിലാവുന്നുള്ളത് അറിയായിരിക്കുമല്ലോ. ഓക്കെ അല്ലേ? പെട്ട്. അപ്പൊ ഞാനിത് കൊടുക്കുകയാണേ. 4 എണ്ണം ഉണ്ടേ. ആംഗ്യം കാണിക്കണം, ആംഗ്യം കാണിക്കണം, സംസാരിക്കാനേ വായിക്കേണ്ടത് എന്നാന്ന്. അല്ലെങ്കിൽ ആദ്യം രതീഷേട്ടൻ ഓൾറെഡി തുറന്നു. രതീഷേട്ടൻ പറയരുതേ, ആംഗ്യം കാണിച്ച് സുചേച്ചിനെ കൊണ്ട് പറയിപ്പിക്കണം. തുടങ്ങിക്കോ. ദോശച്ചട്ടിയോ? ദോശ ഇട്ട് മറിച്ച് ദോശയോ അപ്പൊക്ക അല്ല, തവിയാ? എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? അച്ചു വള്ളിയ ദോശയോ? ദോശ കല്ലാണോ? ദോശക്കല്ല. ഇഡലിയാ? ഇഡലി പാത്രം? അതായിട്ട് ബന്ധപ്പെട്ടെന്തോ ആണ്. അതെ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. ചേച്ചിക്ക് എവിടെയെങ്കിലും കിട്ടും. കഴിക്കുന്ന എന്തെങ്കിലും സാധനമാണോ? കഴിക്കുന്നതാണോ? അല്ല. പിന്നെ ഇങ്ങനെ കാണിച്ചത് ഗോതമ്പ് ദോശ? അതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? അപ്പൊ അതിനോട് കഴിക്കുന്ന സാധന പാലപ്പച്ചട്ടിയാ? തിന്ന സാധനമാണോ? കഴിക്കുന്ന സാധന. ഇങ്ങനെയോ? ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന സാധനം എന്തുവാ കഴിക്കുന്നേ? ഓംപ്ലേറ്റ് ആണോ? ഓംലെറ്റ് ഉണ്ട്, അതുപോലെ എന്തൊക്കെയുണ്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിടുന്ന. ചപ്പാത്തിയാ? അതൊക്കെ തിരിച്ചു മറിച്ചിടാലോ. ആ ഏരിയയിൽ വരുന്നയാണോ? അങ്ങനത്തെ സംഭവം കഴിക്കണ സാധനം. ഓക്കെ, തോറ്റ്. ഇനി രതീഷേട്ടൻ പറഞ്ഞ എന്താന്ന്? ഞാൻ അവളെ ചോദിക്കാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലല്ലേ? ദോശ വന്നില്ലേ? എങ്ങനെ കാണിക്കണ്ടായിരുന്നു? ഓക്കെ, ദോശ പണി തരാം. നിങ്ങൾ ചിരിച്ചോണ്ടിരുന്ന കേട്ടോ. എന്നെ സുധി ചേച്ചിയുടെ ടേണാണേ. ഉളിഞ്ഞു നോക്കി ഇടുക്കി പിടിക്കും. അടിപൊളി.
ഇത് രണ്ടും ഇത് തന്നെയാണ്. ആ എനിക്ക് കിട്ടി. പൂരി, പപ്പടം. അങ്ങനെ കാണിക്കണം, ബുദ്ധി വേണം മനുഷ്യനെ. ആണ്. ഇപ്പൊ കിട്ടി കിട്ടി. നെക്സ്റ്റ് അങ്ങനെ അങ്ങനെ കാണിച്ചാ മതി. അതെ, ഞാൻ കാണിച്ചാണെങ്കിൽ എക്സ്പ്രഷൻ കാണിക്കണം. ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ടല്ലേ മനസ്സിലായത്. ഇപ്പൊ രതീഷേട്ടന് ഒരു ഐഡിയ കിട്ടി. അയ്യോ അതെങ്ങനെ ചിരിയോ? ചിരിയല്ല, വീട്ടിലുള്ള ഒരു സംഭവാ. അത് കാണിച്ച പെട്ടെന്ന് അറിയാൻ പറ്റും. അത് പ്രശ്നമല്ല. കാണിക്കും. അരകല്ലോ ആ. കൊട്ടോട്ടാ, ഒളിഞ്ഞു നോക്കരുത്, കിറുക്കിട്ട് കൊത്തുവേ. ഓഹ് ഇത് ചിപ്പാടാ. അരിയുന്ന എന്ത് സാധനമാണോ? അരിയുന്നതാണോ? മീന, ചെമ്മീന. അതെന്ത് സാധനം? മീനായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. ആണോ? ഞണ്ട്, ഉം, മീൻ, ഉം. മീൻ ചട്ടിയാ. ആ മീൻ കണ്ടോ, ചട്ടി. ഞാൻ വളരെ സ്മാർട്ടാന്ന്. മനുഷ്യ ശരിയല്ലേ? നിങ്ങൾ പറ, ഇത് മത്സരമല്ലേ? അതെ, മത്സരമാണ്. ശരിയാ. ഞങ്ങള് പോയിന്റ് ഇടുന്നുണ്ട്. പ്രോത്സാഹന സമ്മാനം ഇല്ല, ഉണ്ടോ? കൊതുകോ? ലവ്. ഇതന്നെ സാധനം. ഡ്രസ്സൊക്കെ. പറ. അത് ബുദ്ധിയില്ലാത്തോളെ മനസ്സിലായില്ല. അലമാരിയാ? ഡ്രസ്സൊക്കെ അത്ര പറഞ്ഞുള്ളൂ. ബക്കറ്റാ. ബക്കറ്റാണ് ഞാൻ ഇട്ടോണ്ട് നടക്കുന്നത്. ഇട്ടോണ്ട് എടുക്കുന്ന എന്തോ ആണ്. ചുരിദാറാ? ചുരിദാർ പോലെ. നെയ്റ്റിയാ? എന്നതാണ്? സിമ്പിൾ. ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നില്ലേ? വാങ്ങി എന്റെ എതിർച്ചയായിട്ടുണ്ട് ഇട്ടാൻ. ഇത് വലിയ സംഭവം തോന്നുന്നല്ലോ. കട്ടിലോ? അത് ബന്ധപ്പെട്ട് തന്നെ. ദിവാങ്കോട്ടോ? ബെഡ്ഷീറ്റോ? തലവണയോ? കാണിക്ക്. ഉറങ്ങാണ് എന്തോ ഒരു സംഭവമാണ്. അതെ. തൊട്ടിയോ? ഊഞ്ഞാലോ? ഉറങ്ങാൻ പറ്റുന്ന എന്തോ സംഭവ. സ്വിമ്മിംഗ് പൂളോ? സ്വിമ്മിംഗ് പൂളിൽ ആ നല്ലതാ. സ്വിമ്മിംഗ് പൂളിൽ 2 തവണ ഉറങ്ങാം. കട്ടിലാണോ? സോഫയാണോ? അതായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് സംബന്ധമാണോ? കിടക്കണ സാധനം. അതും പറഞ്ഞല്ലേ ഉള്ളത്. എന്നിട്ടും മറ്റേ പായോ? പായോ? പായ. ഓക്കെ, ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ്. എനിക്ക് മനസ്സിലായി. പുട്ടുകുറ്റി. അങ്ങനെ നമ്മളുടെ സെഗ്മെന്റ് കഴിഞ്ഞു. സുചേച്ചിയാണ് വിജയിച്ചിരിക്കുന്നത്. സുചേച്ചിക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് ചായ. ഒന്നുമില്ല. അതത്രേ ഉള്ളൂ. സുചേച്ചി സ്മാർട്ടായിട്ട് ചെയ്തു. അയ്യോ, സുചേച്ചി ആയിരുന്നു സ്മാർട്ടായിട്ട് കളിച്ചത്. അപ്പൊ നമ്മുടെ സെഗ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ കൊറേ സംസാരിച്ചു, കൊറേ ചിരിച്ചു, കൊറേ വിഷമങ്ങൾ പറഞ്ഞു. നമ്മൾ എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കാണ്. സുചേച്ചി ആണെങ്കിലും രതീഷ് ചേട്ടനാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും വളരെ പ്യുവർ ആയിട്ടുള്ള 2 വ്യക്തികളാണ്. എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുക, എപ്പോഴും സ്നേഹത്തോടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എപ്പോഴും ഇതുപോലെ ഇരിക്കുക. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ലൈഫിൽ വിജയങ്ങൾ കൈവരിക്കാനുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. നമുക്ക് ഇനിയും കാണാൻ പറ്റട്ടെ. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങൾ എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ. കാരണം നിങ്ങൾ രണ്ടുപേരും അത് എന്താ പറയാ, ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. താങ്ക് യു സോ മച്ച്. ഇനി കാണാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.